നരേന്ദ്രമോദിയുടെ ചിത്രമോ ഫോട്ടോയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ പേരിലല്ല ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പദ്ധതിയുടെ പേര് തന്നെ അതിന് ഉപയോഗിക്കണം. അതല്ലാണ്ട് നിങ്ങൾ കേരളത്തിലെ മറ്റൊരു പദ്ധതിയുടെ പേര് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയിട്ട് കരുണ്യാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കിസാൻ നിധി നടപ്പാക്കിയിട്ട് കർഷകശ്രീ എന്ന് പറയുന്നത് പോലെ, PM ശ്രീയുടെ 14,500 സ്കൂളുകൾക്കുള്ള 5 കോടി രൂപയുടെ ഫണ്ട് മേടിച്ചിട്ട് കേരളത്തിലെ സ്കൂൾ വികസിപ്പിച്ചിട്ട് അതിന് മറ്റൊരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള മാനദണ്ഡം മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിയിൽ സമഗ്ര വികസനത്തിനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് ഒരു നിർബന്ധിത മാനദണ്ഡമായി വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ ആ തരത്തിൽ അത് രാഷ്ട്രീയമായ അവകാശവാദത്തിന് കൂടി കാരണമാകണം എന്നുള്ളൊരു ചിന്ത എന്തിനാണ്? എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം, ആരോപണം തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോ പ്രധാനമന്ത്രിയുടെ ചിത്രമോ പ്രധാനമന്ത്രിയുടെ പേരോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. PM ശ്രീ എന്ന പേര് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നാളെ മറ്റൊരാളായി കഴിഞ്ഞാലും ആ സ്ഥാപനം അതുപോലെ തന്നെ തുടരും. ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ 100 കണക്കിന് പദ്ധതികളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്. രാജീവ് ഗാന്ധിയുടെ പേരിൽ 1000 കണക്കിന് പദ്ധതികളുണ്ട്. അങ്ങനെ നരേന്ദ്രമോദിയുടെ പേരിലല്ല ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒക്യുപ്പൈ ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് PM ശ്രീ എന്നതിന് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അർത്ഥം. അതല്ലാണ്ട് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി എന്നല്ല. നരേന്ദ്രമോദിയുടെ ചിത്രമോ ഫോട്ടോയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് ഒരു നിർബന്ധിത മാനദണ്ഡമായി വരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പദ്ധതിയുടെ പേര് തന്നെ അതിന് ഉപയോഗിക്കണം. അതല്ലാണ്ട് നിങ്ങൾ കേരളത്തിലെ മറ്റൊരു പദ്ധതിയുടെ പേര് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കിയിട്ട് കരുണ്യാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കിസാൻ നിധി നടപ്പാക്കിയിട്ട് കർഷകശ്രീ എന്ന് പറയുന്നത് പോലെ, PM ശ്രീയുടെ 14,500 സ്കൂളുകൾക്കുള്ള 5 കോടി രൂപയുടെ ഫണ്ട് മേടിച്ചിട്ട് കേരളത്തിലെ സ്കൂൾ വികസിപ്പിച്ചിട്ട് അതിന് മറ്റൊരു പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള മാനദണ്ഡം മാത്രമാണ്. In fact, implementation of Samagra Shiksha scheme is implementation of NEP 2020 and PM Shri schools are exemplar schools of NEP 2020. അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പാക്കുക എന്നാൽ NEP 2020 നടപ്പാക്കുക തന്നെയാണ് അർത്ഥം. PM Shri പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആ NEP 2020 ഭാഗമായിട്ടുള്ള എക്സംപ്ലറി ആയിട്ടുള്ള സ്കൂളുകളെ ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ച്. അപ്പൊ തനിക്ക് ഞാൻ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇത് ആ പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. ഈ 27,000 കോടി എന്ന് പറയുന്നത് PM ശ്രീ സ്കൂളുകൾ 14,500 സ്കൂളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫണ്ടാണ്. അത് നടപ്പാക്കിയാലേ ആ ഫണ്ട് കിട്ടുള്ളൂ. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU നടപ്പാക്കില്ല. ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ല. പക്ഷെ പദ്ധതിയുടെ വിഹിതം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള വാദമാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. രണ്ടാമത്തെ കാര്യം, ഈ വൈകി വന്ന വിവേകം കൊണ്ട് ഇപ്പൊ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള പണം തിരിച്ചു കിട്ടുമോ? ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പൈസയാണ്. ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, 14,500 സ്കൂളുകൾക്കാണ് ഈ അവസരം ഉള്ളതെങ്കിൽ രാജ്യത്ത് ഇതുവരെയായിട്ടും 12,200 സ്കൂളുകൾ ഉണ്ടാക്കി കഴിഞ്ഞു PM ശ്രീ പദ്ധതിയുടെ കീഴിൽ. ഇനി കേവലം 2,300 സ്കൂളുകൾക്കുള്ള സ്കോപ്പേ ഉള്ളൂ. രണ്ടുപേരോട് കൂടെ ചോദിക്കുന്നത്, തനിക്ക് നാണമില്ലേണോ? വൈകി വന്ന വിവേകം കൊണ്ട് ഇനിയുള്ള ഒരു വർഷക്കാലം, 2027 വരെ ഈ പദ്ധതിയുടെ കാലാവധി ഉള്ളൂ നമ്മൾ ആലോചിക്കണം. ഇനിയുള്ള വർഷക്കാലം പരമാവധി അതിന്റെ ആനുകൂല്യം പറ്റാനും ഓരോ വർഷം 400 കോടി രൂപ വീതമാണ് നീക്കി വെക്കുന്നതെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള 400 കോടിയെങ്കിലും മേടിച്ചെടുക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എങ്കിലും വിദ്യാലയങ്ങൾ നിർമ്മിക്കാനും ശ്രമിക്കാന്നല്ലാതെ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്ത് പറ്റി? ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.